ഉറപ്പിച്ച വാളിനൊപ്പം വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഭയം തുടങ്ങിയല്ലേ? വരിക, ഇനി നേർക്കുന്നു ആയുധങ്ങൾ കൊണ്ടൊരു കൂടിക്കാഴ്ചയാവാം. ആദ്യം പുറത്തു വാ. ഇല്ല മീനാക്ഷി കുമാരി, നമ്മൾ തമ്മിൽ കണ്ടാൽ അത് കേവലം ഒരു കൂടിക്കാഴ്ചയിൽ ഒതുങ്ങില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെയാവും നിയോഗം. മീനാക്ഷി മടങ്ങുക. നീ പുരുഷനെങ്കിൽ, സത്യമുള്ളവനെങ്കിൽ വാ, കണ്ടറിയാം എന്താവുമെന്ന്. കാലം അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ മറ്റു വഴിയെന്ത്? അല്ലയോ ദേവി ശങ്കരി, പൊറുക്കുക. മീനാക്ഷി, നാം ഇതാ വരുന്നു. എന്താണ് സംഭവിക്കുന്നത്? അയ്യോ, എന്റെ സ്വരം പോലും മാറുന്നു. വല്ലാത്ത വശ്യമായ ഒരു ഗന്ധം, ഉന്മത്തമായ മണം എവിടെ നിന്നാണ്? എന്റെ മനസ്സിനെ വല്ലാതെ മതിപ്പിക്കുന്ന ആ സുഗന്ധം എവിടെ നിന്ന്? എന്റെ മനസ്സ് അലിഞ്ഞു പോകുന്നത് പോലെ, വിത്തുവൽ പോലെ മൃദുവാകുന്നുവോ? എന്റെ നെഞ്ചിൽ മഞ്ഞ് വീഴും പോലെ. ആയിരം ആയിരം പുരുഷന്മാരെ കണ്ടപ്പോഴും തോന്നാത്ത എന്തോ ഒരു വിദ്യുത് പ്രവാഹം ഈ മുഖത്ത് നോക്കുമ്പോ എനിക്ക് ലജ്ജയാകുന്നു. നാണമെന്ന വികാരം എങ്ങനെ എനിക്ക് അല്ലയോ മീനാക്ഷി, ഇത് നിന്റെ ജന്മനിയോഗമാണ്. മുന്നിൽ നിൽക്കുന്നത് സാക്ഷാത് പരമശിവനാണ്. ത്രിസ്തനങ്ങളുമായി പിറന്ന നിന്റെ മൂന്നാം മാറ് ഇതാ നഷ്ടമായിരിക്കുന്നു. ഇനി മുതലാണ് നീ ലജ്ജയും പ്രണയവും കാമവുമുള്ള ആർദ്രയായ ഒരു പെണ്ണായി മാറുന്നത്. ഭഗവാനോട് പ്രണയമുണ്ടാവുക എന്നത് നിന്റെ ജീവിത നിയോഗമാണ്. അതെ, ഇനി നടക്കേണ്ടത് കാലങ്ങൾക്ക് മുമ്പേ ലോകം കുറിച്ച മീനാക്ഷി സുന്ദരേശ സംഗമം. ഞാനെത്ര കാലമായി നിൻചാരെ വന്നു ചേരാ, മോഹിച്ചു നിന്നെയും കാത്തിരുന്നു. കനവിലെരിയും പ്രതിരാഗമേ, പടരുലത പോലെയും ഉടൽദാരുമീ. മോഹിച്ചു
സുഖം. ഉടലു നിറയും ഉലകങ്ങളിൽ ചതുല ഒഴുകൂ സ്മൃതിസാനുകൾ. നിന്നെ കണ്ടപ്പോൾ നിറയുന്ന അനുരാഗം, വിരൽപ്പെട്ട വീണയിൽ അതിലോലം. നിന്നെ കണ്ടപ്പോൾ നിറയുന്ന അനുരാഗം, വിരൽപ്പെട്ട വീണയിൽ അതിലോലം. കേട്ടാൽ തുടിനാദം പാടാം ശിവപാദം. ഞാനെത്ര കാലമായി നിൻ ചാരി വന്നു ചേരാ, മോഹിച്ചു നിന്നെയും കാത്തിരുന്നു കാത്തിരുന്നു. ഏത് മഹാനിയോഗത്തിന്റെ മായിക ഭാവമാണ് മധുരയുടെ അതിരുകൾക്കുള്ളിൽ വാണു തീരേണ്ടവൾക്ക് മഹാമഹേശന്റെ അംശം പേറും സുന്ദരേശ്വരോട് ചേർന്നിരിക്കാൻ അനുമതി നൽകിയത്? ഇന്നോളമുള്ള ജീവിതത്തിൽ ഇതുവരെ തീണ്ടാത്ത വസന്തം ഹർഷമാരിയായി ആപാദചൂടം പെയ്തിറങ്ങിയത് ഏത് ജന്മപുണ്യം! മീനാക്ഷി, അങ്ങനെ ചോദിക്കേണ്ടതില്ല. നീ അർഹിച്ചത് നിനക്ക് ലഭിച്ചു എന്ന് മാത്രം. ഇല്ല സുന്ദരേശ, ജനിച്ചത് പെണ്ണായി, വളർന്നത് ആണായി, വാണത് കരുത്തായി. ഇതുവരെ പെൺമയുടെ പൂക്കാലത്തിൽ മാത്രം മുതിരുന്ന പ്രണയത്തിന്റെ മധുരം ഉണ്ണാതെ ഞാൻ വാണത് പ്രാണപ്രിയേശ്വര അവിടുത്തെ അറിയുവാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. മീനാക്ഷി സുന്ദരേശ സംഗമം രാധാമാധവം പോലെ, ഉമാശങ്കരൻ പോലെ. പക്ഷെ മീനാക്ഷി, നമുക്ക് ഒരുമിക്കാൻ നേരമായിട്ടില്ല. സുന്ദരേശ, അതേ മീനാക്ഷി. മീനാക്ഷി തിരികെ മധുരയിലേക്ക് മടങ്ങണം. ചെയ്തു തീർക്കാൻ ചിലതുണ്ട് നിനക്ക്. ഞാൻ അങ്ങേക്ക് നൽകിയ പ്രണയം, അങ്ങ് എനിക്ക് നൽകിയ പ്രണയം, അതെല്ലാം വ്യർത്ഥമെന്നാണോ? വ്യർത്ഥവാക്കുകൾ മൊഴിയുന്നവനല്ല സുന്ദരേശൻ. ഓരോ സംഭവങ്ങൾക്കും അത് അർഹിക്കുന്ന സമയമുണ്ട് എന്ന് മാത്രം. അങ്ങനെ വേദനിപ്പിക്കുകയാണ്. അല്ല, ഞാൻ ഭവതിയെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ തൽക്കാലം മടങ്ങണം മധുരയിലേക്ക്. മീനാക്ഷി, ഇല്ല, താൽക്കാലികമായെങ്കിലും അങ്ങേ പിരിയണമല്ലോ എന്നോർത്തപ്പോ വേറും വീര്യവുമുള്ള മധുരയുടെ ചക്രവർത്തിനിയായിട്ട് കൂടി ഞാനൊന്ന് വിങ്ങിപ്പോയി. പ്രാണം പറിച്ചു മാറ്റുന്ന വേദനയോടെ കാത്തിരിപ്പിന്റെ തീച്ചൂട് മേന്തി ഈ ഉള്ളവൾ മുടങ്ങുന്നു. ആ ഒരു കാര്യം കൂടി, ആ വാൾ നമ്മെ തിരികെ ഏൽപ്പിച്ചു മടങ്ങുക. രണ്ടുണ്ട് കാരണങ്ങൾ. ഒന്ന്, നാം ആത്മാംശം കൊണ്ട് ഭഗവാൻ പരമേശ്വരനാണ്. പരമേശ്വരന് നേരെ ഉയർന്ന ആയുധങ്ങൾ സംഹരിക്കപ്പെടാതെ ശേഷിക്കപ്പെടാൻ പാടില്ല. അറിയാതെയാണെങ്കിലും നമുക്ക് നേരെ നീ ഉയർത്തിയ ആ കരവാൾ ഇനി ഉപയോഗിച്ചാൽ ശിവവീക്ഷയിൽ ശത്രു എന്ന് കണക്കാക്കപ്പെടും. രണ്ട്, ഭവതിയുടെ തപ്ത സ്മരണം നിലനിൽക്കാൻ നമുക്കത് ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് പിരിയാൻ തോന്നുന്നില്ല. നമുക്കും. പക്ഷെ നിയതി എന്നുമുണ്ട്. പുഴയ്ക്ക് സമുദ്രത്തിൽ അലിയണമെന്നത് നേരെ. പക്ഷെ അതിനായി പുഴ ആദ്യം മലമടക്കുകളിലും പാറക്കെട്ടുകളിലും നീർച്ചാട്ടങ്ങളിലും ഞെരുങ്ങിയും വേദനിച്ചും ഒഴുകിയല്ലേ മതിയാകും. അടിയനൊന്നും മനസ്സിലാകുന്നില്ല. മീനാക്ഷിക്ക് മധുരയിൽ ഇനിയും ചില പ്രതിസന്ധികൾ നേരിട്ടേ മതിയാകൂ എന്ന്. ഇപ്പോ എന്റെ മനസ്സിൽ മധുരയില്ല, മായാ മഹേശം അവിടുന്ന് മാത്രം. ഉള്ളുകൊള്ളുന്ന വേദനയോടെ, മൂർത്താവ് പിളർക്കുന്ന വിരഹാഗ്നിയോടെ മീനാക്ഷി മടങ്ങുകയാണ് മധുരയിലേക്ക്. വരുന്നതെന്നിനിയ
നാരായണ നാരായണ. അല്ല, ഇതാര് ദേവർഷി നാരദരോ? ഭാഗ്യം. പുതിയ മുഖങ്ങൾക്കിടയിൽ ഭഗവാൻ പഴയ മുഖങ്ങളൊന്നും മറന്നിട്ടില്ല. മഹാഭാഗ്യം. നാരദർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നാരായണ നാരായണ. നാരദർ പറയുന്നത് കളിവാക്കായി കണ്ടാൽ മതി. പക്ഷെ ദേവി പാർവതി ഇതൊക്കെ അറിഞ്ഞാൽ കളിവാക്കായിരിക്കില്ല പറയുക എന്നാണ് ദേവലോകത്തെ സംസാരം. മീനാക്ഷിയെ കുറിച്ചാവും അല്ലേ? അങ്ങനെ വെറുതെ ചിരിച്ചു തള്ളി നാരദരെ പറ്റിക്കാം. പക്ഷെ ദേവിയോടോ? താൻ അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ട ഭർത്താവ് പോയിടത്ത് പെൺപണി ഒന്നിൽ പുളകം കൊണ്ട് പ്രണയഗീതം പാടി നടക്കുകയാണെന്ന് ദേവി അറിഞ്ഞാൽ? ആ പറഞ്ഞതിൽ നാരദർ ഇക്കാര്യം പോയി പാർവതിയോട് മൊഴിയും എന്നൊരു ധ്വനിയുണ്ടല്ലോ. നാരായണ നാരായണ. മനഃപൂർവ്വം നാരദർ ഒരിക്കലും കുടുംബകലഹം ഉണ്ടാക്കില്ല. പക്ഷെ ആര് നിർബന്ധിച്ച് ചോദിച്ചാലും സത്യം ഒഴിഞ്ഞു പോകുന്നൊരു ദുർബല മനസ്സായി പോയി അടിയന്റേത് എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഗംഗയിരിക്കും തിരുചിറക്കെട്ടിനടുത്ത് ഒരാളെ കൂടി ഒളിപ്പിക്കാൻ ഇടമുണ്ടെങ്കിൽ മാത്രമേ ഈ സാഹസത്തിന് പുറപ്പെടാവൂ എന്നാണ് അടിയന്റെ പക്ഷം. ആയതിനാൽ ദേവി ശങ്കരി അറിയുന്നതിന് മുമ്പ് ഈ ബന്ധത്തിന് കലാശക്കൊട്ട് കൽപ്പിക്കുന്നതാവും ഉചിതം. എന്നാൽ ഈ ബാന്ധവം ദേവി പാർവതിക്ക് സമ്മതമാണെങ്കിലോ? നാരായണ നാരായണ. സമ്മതമോ? അതെങ്ങനെ? അതെന്താ, ഞാൻ പാർവതി ദേവിയെ പ്രണയിക്കുന്നതിൽ പാർവതി ദേവിക്ക് എന്തിനാണ് വിസമ്മതം? നാരായണ നാരായണ. എന്ത്? പാർവതി ദേവിയെ പ്രണയിക്കുന്നതിൽ പാർവതി ദേവിക്ക്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ കേട്ടുകൊള്ളുക നാരദരെ, അനഘയും അന്നപൂർണയും ഗൗരിയും കാർത്യായനിയുമായ ദേവി പാർവതി തന്നെയാണ് മീനാക്ഷി. അതേ നാരദരെ, ശ്രീശങ്കരൻ തന്നെയാണ് സുന്ദരേശൻ. അതുപോലെ പാർവതി ദേവിയുടെ അവതാര പിറവി തന്നെയാണ് മീനാക്ഷി. അത് മീനാക്ഷിക്ക് അറിയുകയില്ലെന്ന് മാത്രം. നാരായണ നാരായണ. ഓഹോ, അപ്പൊ ശങ്കരനും ശങ്കരിയും ചേർന്ന് നമ്മ പൊട്ടനാട്ടമാടിക്കുകയായിരുന്നല്ലേ? ഹേയ്, അങ്ങ് സ്വയം ആടുകയായിരുന്നു. മീനാക്ഷി പിറന്നതേ ശങ്കരനിൽ ലയിക്കാനാണ്. നാരായണ